പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ആർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് സ്വാഗതം. പേൻ. മനുഷ്യരുടെ തലമുടിക്കിടയിൽ വളരുന്ന ചിറകില്ലാത്ത ചെറു പ്രാണികളാണ് പേൻ. പൊതുവെ ഇവയ്ക്ക് മഞ്ഞ തവിട്ട് നിറമായിരിക്കും. എന്നാൽ രക്തം കുടിച്ചു വരുന്നതോടെ ഇവയുടെ നിറം തവിട്ടോ ചുവപ്പോ ആയിത്തീരുന്നു. ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ഇവയ്ക്ക് ചെള്ളിനെ പോലെ ചാടാനോ പറക്കാനോ കഴിവില്ല. പേനുകൾ വെളിച്ചത്തോട് പ്രതികരിക്കുന്ന ജീവികളാണ്. അതിനാൽ മുടി വകഞ്ഞു നോക്കുമ്പോൾ ഇവ വെളിച്ചത്തിൽ നിന്നകന്ന് മുടിയുടെ കട്ടിയുള്ള ഭാഗങ്ങളിലേക്ക് വലിയുന്നു. പൂർണ്ണ വളർച്ചയുള്ള ഒരു പെൺപേൻ പ്രതിദിനം 3 മുതൽ 5 വരെ മുട്ട അഥവാ ഈരുകളെ ഇടുന്നു. ഇവ മുടിയുടെ വേരുഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിനാൽ നഖം ഉപയോഗിച്ചോ പേൻ ചീപ്പ് കൊണ്ടോ മാത്രമേ ഇവയെ നീക്കം ചെയ്യാൻ സാധിക്കൂ. സാധാരണ രീതിയിലുള്ള മുടി കോതലോ ചീകലോ കൊണ്ട് ഇവയെ കിട്ടുകയില്ല. തലയോടിൻ്റെ വളരെ അടുത്ത് മുടി വേരുഭാഗത്താണ് മുട്ടകൾ ഇടുന്നത്. ഈർപ്പവും ചൂടും ഇവിടെയുണ്ട്. ഇവ 7 മുതൽ 10 ദിവസം കൊണ്ട് വിരിയുന്നു. മുട്ട വിരിയുന്ന പേൻ കുഞ്ഞുങ്ങൾ 2-3 ആഴ്ചകൾക്കുള്ളിൽ പൂർണ്ണ വളർച്ച നേടി പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള മുട്ടയിട്ട് തുടങ്ങും. തലയിൽ ചൊറിച്ചിൽ, അണുബാധയ്ക്കുള്ള സാധ്യത, ചുവപ്പ്, കൊതുക് കടിച്ചതുപോലത്തെ പാടുകൾ, ഇങ്ങനെ ചില ചെറുശല്യങ്ങൾക്ക് പേൻ കാരണമാകുന്നു. അപൂർവമായി അണുബാധയുടെ ഫലമായി കഴുത്തിലും കക്ഷത്തിലും ഗ്രന്ഥിവീക്കമുണ്ടാകാനും ഇടയുണ്ട്. എങ്കിലും ഏതൊരു രോഗത്തിൻ്റെയും പ്രാഥമിക ഘടകമായാണ് പേൻ കരുതപ്പെടുന്നത്. പേനിനെ നശിപ്പിക്കാനുള്ള വിഷപദാർത്ഥങ്ങളുടെ തെറ്റായ ഉപയോഗമാണ് പേനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം. തലയിൽ ഏതാനും പേനുകളെ ഉള്ളുവെങ്കിൽ അപായമുണ്ടാക്കുകയില്ല. അവ സാമാന്യേന ചലിക്കുന്നവ ആകയാൽ പകർന്ന് വ്യാപിക്കുന്നു. തലയിൽ നിന്ന് നേരിട്ട് വേറൊരു തലത്തിലേക്കോ ചീപ്പ്, ബ്രഷ്, സ്കാർഫ്, തൊപ്പി, ഹെഡ്ഫോൺ, ഹെയർ ബാൻഡ്, ഹെൽമറ്റ് എന്നിവ പങ്കുവെക്കുന്നത് വഴിയോ പേൻ വ്യാപിക്കുന്നു. കൂടാതെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോമാവൃതമായ ശരീരമുള്ള മൃഗങ്ങൾ എന്നിവയിലൂടെയും തിയേറ്റർ, കാർ, ബസ് എന്നിവയുടെ സീറ്റുകൾ, കിടക്കകൾ എന്നിവയിലൂടെയുമൊക്കെ ഇവയ്ക്ക് സ്ഥാനാന്തരമുണ്ടാവാം. സ്വയം സഹായക നിർദ്ദേശങ്ങളും ആയുർവേദ ഔഷധങ്ങളും. ബദാം പരിപ്പ് അരച്ച കുഴമ്പ് തലയിലും മുടിയിലും പുരട്ടുക. ചെറുപുന്നയുടെ തൊലി പൊടിച്ച് കടുകെണ്ണയിൽ കലർത്തിയ ലേപനം പുരട്ടുന്നത് പേനിനെ അകറ്റാൻ നല്ല മരുന്നാണ്. ശീതഫലത്തിന്റെ വിത്ത് പൊടിച്ച് വെള്ളത്തിൽ കലർത്തി കിടക്കാൻ നേരം തലയിൽ പുരട്ടി ഒരു തുണി കൊണ്ട് തല പൊതിയുക. ഈ കുഴമ്പ് കണ്ണിൽ പോവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുകയില കുഴമ്പിൽ തലമുടി നല്ലതുപോലെ ആഴ്ത്തിവെച്ച് ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് 2-3 മണിക്കൂർ നേരം ഇരിക്കുക. പിന്നീട് സോപ്പിൻ കായ കൊണ്ട് നല്ലതുപോലെ കഴുകിക്കളയുക. പേൻ അകറ്റാനുള്ള മറ്റൊരു ഔഷധമാണ് ആലം. 3 ഗ്രാം ആലം 1/2 ലിറ്റർ വെള്ളത്തിൽ അലിയിക്കുക. ഈ കുഴമ്പ് പതിവായി തലയിൽ പുരട്ടുക. പേനിനെ നശിപ്പിക്കുന്ന ഔഷധങ്ങളുടെ ആദ്യ ഉപയോഗത്തിലൂടെ തന്നെ സാധാരണഗതിയിൽ പേനുകളെല്ലാം നശിപ്പിക്കപ്പെടും. എന്നാൽ ഈരുകൾ കൊല്ലപ്പെടുന്നില്ല. ചികിത്സയുടെ പിറ്റേന്ന് തന്നെ ചെറിയ പേനുകളെ കാണാൻ കഴിയും. പുതിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇതിനാൽ ആദ്യത്തെ ചികിത്സ കഴിഞ്ഞ് 7 മുതൽ 10 ദിവസങ്ങൾക്കു ശേഷം ആദ്യ ചികിത്സ മുതൽ വിരിഞ്ഞ് വളർന്നു വന്ന പേനുകളെ അവ മുട്ടയിടാൻ പാകത്തിന് വളരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമതൊരു ചികിത്സ കൂടി ആവശ്യമാണ്. ജീവിച്ചിരിക്കുന്ന എല്ലാ പേനുകളെയും ചികിത്സയിലൂടെ നശിപ്പിച്ചാൽ തന്നെയും ഈരുകളെ കൊല്ലുക ദുഷ്കരമാണ്. സാധാരണ രീതിയിലുള്ള മുടികോതലോ ചീകലോ കൊണ്ട് ഇവയെ നീക്കം ചെയ്യാനാവില്ല. ചിലർ ഈരുള്ള മുടി പറ്റെ വെട്ടിക്കളയുന്നു. ഈരിനെ കളയാനായി ഈരുകൊല്ലിയോ ചെറു ചവണയോ ഉപയോഗിക്കാം. വളരെ അടുത്തായി പല്ലുകളുള്ള തരം ഈരുകൊല്ലികൾ എല്ലിലും ആനക്കൊമ്പിലും നിർമ്മിച്ചവ ഇന്ന് ലഭ്യമാണ്. നിങ്ങളുടെ കുട്ടിയുടെ തലയിൽ പേനുണ്ടോ എങ്കിൽ അവൻ്റെ പരിസരവും വസ്ത്രങ്ങൾ, രോമം നിറഞ്ഞ പാവകൾ, കുപ്പായം, സോഫ, ബെഡ്, കാർപ്പറ്റ്, കാർ സീറ്റ് മുതലായ ഇടങ്ങൾ പേൻ നിറഞ്ഞിട്ടുണ്ടാകും. പേനുകൾ പൊതുവെ ഒരു വലിയ പ്രശ്നമല്ല. എന്നാൽ പോലും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മാറുന്ന പേനുകൾ 72 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നില്ല. ഇവയെ സോഫ, കാർപ്പറ്റ് മുതലായവയിൽ നിന്ന് അകറ്റി നിർത്തണം. ബെഡിംഗ്, വസ്ത്രങ്ങൾ, ടവൽ മുതലായവ സാധനങ്ങൾ ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകി ചൂടുള്ള ഡ്രയറിലോ നല്ല വെയിലത്തോ ഉണക്കണം. ബ്രഷുകളും ചീപ്പുകളുമെല്ലാം ചുടുവെള്ളത്തിലോ ആൽക്കഹോളിലോ 10 മിനിറ്റ് ഇട്ട് വെക്കുക. കഴുകാൻ പറ്റാത്ത സാധനങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് 10 ദിവസം മാറ്റിവെക്കുക. ഏതു പേനിനും ആഹാരം കിട്ടാതിരിക്കാനും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ആഹാരം കിട്ടാതിരിക്കാനും ഈ ദിവസകാലയളവ് മതിയാകും. നന്ദി.